ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. വളരെ കുറച്ചാണ് പാപം എന്ന വാക്ക് നമ്മൾ ഈ ഒരു പ്രഭാഷണ പരമ്പരയിൽ ഉപയോഗിക്കുക. കുറച്ച് എഴുത്തുണ്ട്, പുസ്തകങ്ങൾ പരിശോധിച്ച നിരീക്ഷിച്ച ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, തീരെ ആ വാക്ക് ഗ്രന്ഥങ്ങളിൽ വരുന്നില്ല. അത്ര ബോധപൂർവമല്ലത്, എന്നാൽ പോലും ഒരു ചെറിയ പേടിയുണ്ട്. പാപം, കുറ്റം, ഇതിനിടയിലുള്ളൊരു അതിർവരമ്പ് കൃത്യമായിട്ട് നിശ്ചയിക്കപ്പെട്ടില്ലെങ്കിൽ പാവബോധം എന്നുള്ള ഭംഗിയുള്ള അരിയുടെ പ്രകാശത്തിൽ മാത്രം സാധ്യമാകുന്ന പാട്ടുകളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പാവബോധം തരണമേ എന്ന് തുടങ്ങിയ കാര്യങ്ങൾക്ക് കുറ്റബോധത്തിലേക്ക് വഴുതി പോകാമെന്ന് എപ്പോഴും ഒരു ഭയമുണ്ട്. കാരണം പലപ്പോഴും നമ്മളെ കാണാനെത്തുന്ന കൗൺസിലിംഗ് റൂമിലേക്ക് എത്തുന്ന വ്യക്തികൾ പറയുന്നത് ഒരു കുറ്റബോധങ്ങളെക്കുറിച്ച് വല്ലാതെ സെൽഫ് ടോർച്ചേർഡാണ്. തങ്ങളോട് തന്നെ ചെയ്യുന്ന കഠിനമായ പ്രായശ്ചിത്തങ്ങൾ കൊണ്ട് ആ കുറ്റബോധത്തെ അവർ നേരിടാനോ അഭിമുഖീകരിക്കാനോ ഒക്കെ ശ്രമിക്കുന്നുണ്ട്. കുറ്റവും പാപവും രണ്ടാണെന്നും കുറ്റബോധമല്ല പാപബോധം എന്നൊക്കെ മനസ്സിലാക്കാനായിട്ടൊരു പ്രകാശത്തിന്റെ കുറവുള്ളപ്പോൾ ചിലപ്പോൾ ചില കൈപ്പിഴ പറ്റുമെന്നുള്ളൊരു പേടിയിലാണ് അത്തരം പദങ്ങളിൽ നിന്ന് ബോധപൂർവം അല്ലെങ്കിൽ അബോധമായിട്ടൊക്കെ വഴുതി മാറി നിൽക്കുക. കുറ്റബോധമല്ല പാവബോധം, കുറ്റമല്ല പാപവും. കുറ്റം എപ്പോഴും ഒരു കൃത്യവുമായി ബന്ധപ്പെട്ടതാണ്. വ്യവസ്ഥത്തിന്റെ ഭാഷയിലെ പാപം അതല്ല. വിശേഷിച്ചും പുതിയ നിയമം എന്ന് പറയുന്നതിനകത്ത് പാപം എന്ന് പറയുന്നത് ഒരു ക്രിയ പോലുമല്ല, ഒരു മനോഭാവത്തിന്റെ പേരാണ്. ഇന്നലെ വരെ ഒരുപക്ഷെ ലോകത്തിന്റെ നിയമത്തിന്റെ മുമ്പിൽ ഒരാളെ കൊന്നെന്ന് പറയണമെങ്കിൽ ചോര വീഴേണ്ടിയിരിക്കുന്നു. എന്നാൽ യേശു പറഞ്ഞു, ഇനി മുതൽ ഉള്ളിന്റെ ഉള്ളിൽ നീ നിന്റെ സഹോദരനെ ഭോഷണം എന്ന് കരുതിയാൽ മതി, വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ മതി നീ കൊലപാതകം ചെയ്തിരിക്കുന്നു. അതിങ്ങനെ വെറുതെ മനോഭാവങ്ങളുടെ ശുദ്ധീകരണം, മനോഭാവങ്ങളുടെ പാളിച്ചയൊക്കെയാണ് പുതിയ നിയമത്തിന്റെ ആ കേന്ദ്ര വിചാരം. ഇന്നലെ വരെ വ്യഭിചാരം എന്ന് പറയുന്നത് എനിക്ക് അർഹതയില്ലാത്ത സഹശയനമായിരുന്നു. ഇനി മുതൽ നീ ആസക്തിയുടെ കനലോടുകൂടി നോക്കിയാൽ മതി, നീ അപ്രകാരം അതിലേക്ക് വഴുതിപ്പോയി എന്ന് പറയുമ്പോൾ അതിങ്ങനെ മനോഭാവത്തിന്റെ പ്രശ്നം. പുണ്യം മനോഭാവത്തിന്റെ ശുദ്ധീകരണമാണ്. അപ്പോൾ ഒരു ക്രിയയോ ശിക്ഷയോ ഒന്നുമല്ല പാപം എന്ന് പറയുന്നത്. ഒരു എന്നാൽ കുറ്റത്തിൽ നിശ്ചയമായിട്ടും അതുണ്ട്. വളരെ ക്ലാസിക്കൽ എന്ന് വിശേഷിപ്പിക്കുന്ന പല കൃതികളും വാസ്തവത്തിൽ പാപബോധത്തിന്റെ കഥകളല്ല, കുറ്റബോധത്തിന്റെ കഥകളാണ്. വളരെ പ്രശസ്തമായ ഡോസ്റ്റോവസ്കിയുടെ അലീഷ്യയും സോണിയ എന്ന കഥാപാത്രങ്ങൾ എടുക്കുക. അലീഷ്യ അനുഭവിക്കുന്നത് കുറ്റബോധമാണ്. എന്നാൽ സോണിയ എന്ന് പറയുന്ന പ്രകാശമുള്ള അയാളുടെ കൂട്ടുകാരി അയാളിങ്ങനെ പാപബോധത്തിലേക്ക് നയിക്കുക. എന്താ കൃത്യമായിട്ട് ഈ കുറ്റബോധം പാപം എന്ന് അറിയണമെങ്കിൽ ഒരു പഴയ സിനിമ ഒന്ന് തപ്പിയെടുത്ത് കണ്ടാൽ നല്ലതാണ്. ചിദംബരം വളരെ ചെറിയ പ്രായത്തിലാണ് അത് കണ്ടത്. കൃത്യമായിട്ട് പറഞ്ഞ ഒരു 17 വയസ്സുള്ളപ്പോൾ. കഥാതന്തുവൊക്കെ കുറച്ച് ആ മേഖലയിൽ താല്പര്യമുള്ളവർക്ക് ഓർമ്മയുണ്ടാകും. ശങ്കരൻ എന്ന് പറയുന്ന ഒരു തോട്ടത്തിലെ എസ്റ്റേറ്റ്, ഒരു തേയിലത്തോട്ടത്തിലെ സൂപ്രണ്ട്, അയാൾക്ക് ഇങ്ങനെ ശിവകാമി എന്ന് പറയുന്ന ഒരു തൊഴിലാളി സ്ത്രീയിൽ അല്ലെങ്കിൽ തൊഴിലാളിയുടെ ഭാര്യയിൽ ഒരു താല്പര്യം ഉണ്ടാവുന്നു. അവളിങ്ങനെ തപ്പെന്നൊക്കെ പറഞ്ഞ് തെറ്റ് പാപം എന്നൊക്കെ പറഞ്ഞ് അയാളിൽ നിന്ന് വഴുതിമാറാൻ ശ്രമിക്കുമ്പോഴും ആ നാഗരികതയുടെ ഒരു ഭംഗിയിലൊക്കെ ആ സ്ത്രീയും ഒരുപക്ഷെ ഒരുങ്ങിപ്പോയിട്ടുണ്ടാവും. ഒരു ദിവസം മുനിയാണ്ടി എന്ന് പറയുന്ന ഈ തോട്ടം തൊഴിലാളി തന്റെ ലയത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരുമിച്ചായിരിക്കുന്ന സഹശയനത്തിലായിരിക്കുന്നവരെ കാണുന്നത്. അയാള് അപ്പൊ തോന്നിയ ഒരു ആന്തരിക തകർച്ചയിൽ ഇവരെ മാരകമായിട്ട് മുറിപ്പെടുത്തി കൊല്ലുകയും പിന്നെ കെട്ടിയാന്ന് ജാകുകയും ചെയ്തു. അപ്പൊ അതോടുകൂടി ഈ മനുഷ്യന്റെ ഭ്രമണവും തെറ്റിപ്പോവുകയാണ്. അയാൾക്ക് മനസ്സമാധാനമില്ല. മനസ്സമാധാനം ലഭിക്കുമെന്ന് കരുതി എല്ലായിടങ്ങളിലും ഇയാൾ പോകുന്നുണ്ട്. മനഃശാസ്ത്രജ്ഞരുടെ അടുത്ത് പോകുന്നുണ്ട്, ക്ലിനിക്കലായിട്ട് ചില സഹായങ്ങൾ തേടുന്നുണ്ട്. അപ്പോൾ ഇയാളോട് ഒരാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ തീർത്ഥയാത്രയ്ക്ക് പോവുക, അതിന്റെ മനസ്സിന് നല്ലൊരു സ്വസ്ഥത തരും. അങ്ങനെ ആ തീർത്ഥയാത്രകളുടെ ഒടുവിൽ, അവസാനമില്ലാത്ത തീർത്ഥയാത്രകളുടെ ഒടുവിൽ ഈ മനുഷ്യൻ എത്തുന്ന ചിദംബരത്ത്. ചിദംബരം എന്ന് പറയുന്നത് വലിയ മോക്ഷവും വിചാരങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ വിശുദ്ധവും പ്രസിദ്ധമായ ഇടമാണ്. ആ ഇടത്തിൽ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നയാള് പ്രാർത്ഥിക്കുന്നു, വലം ചുറ്റുന്നു, ക്ഷേത്രാചാരങ്ങൾ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇയാൾ അകത്തേക്ക് പോയ അയാളുടെ ചെരുപ്പ് ഇയാള് ഒരു സ്ത്രീയുടെ നോട്ടത്തിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ക്ഷേത്രനാടുകളിലൊക്കെ ചിലർ നമ്മൾ കാണാറുണ്ട്. വൃത്തിയാണത്. പുറത്തേക്ക് വന്നിട്ട്
ഈ ചെരുപ്പെടുക്കാനായിട്ട് ഇയാള് തുനിയുമ്പോൾ ഈ വൃദ്ധ, ഈ കൂനി പിടിച്ചിരിക്കുന്ന വൃദ്ധയുടെ മുഖത്തേക്ക് നോക്കുകയും പെട്ടെന്ന് ആ സ്ത്രീ ശിവഗാമിയായിട്ട് മാറുകയും ചെയ്യും. സിദ്ധാർത്ഥ് പട്ടേൽ അവിസ്മരണീയമാക്കിയ ഒരു മലയാള ചിത്രമാണത്. പിന്നെ ഈ സിനിമ അവസാനിക്കുന്നത് ഇങ്ങനെ ക്യാമറ ഉയർന്ന് പൊങ്ങി ഒരാകാശത്തിന്റെ ഒരു ഷോട്ടോട് കൂടിയാണ്. ഈ ശങ്കരൻ എന്ന് പറയുന്ന ഈ മനുഷ്യന് ഒരു ധാരണ കിട്ടിയാണ്, അല്ലെങ്കിൽ ഒരു വെളിച്ചം കിട്ടിയാണ്, ഒരു തീർത്ഥാടനങ്ങൾക്കും ഒരു പ്രാർത്ഥനകൾക്കും നിന്റെ ഉള്ളിലെ കുറ്റബോധം നശിപ്പിക്കാനാവില്ലെന്ന്. അത് അല്പം പോലും പ്രതീക്ഷ തരുന്ന ഒന്നല്ല. ഇത് പറയാൻ കാരണം ആ ദിവസങ്ങളിൽ ആ ചിത്രവുമായിട്ട് വന്ന ഒരു നിരീക്ഷണത്തിനകത്ത് മനുഷ്യന്റെ പാവബോധത്തിന്റെ കഥയാണ് ചിദംബരം എന്ന ഒരു വാർത്ത കണ്ടു, ഒരു പഠനം കണ്ടു. അപ്പൊ അതിനകത്ത് ഇങ്ങനെ വായനക്കാരന്റെ പേജിനകത്ത് 2 വരി അന്ന് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. ആരാ എഴുതിയെന്നോ ഒന്ന് വായനക്കാരുടെ കത്തുകൾക്കകത്ത് വരുന്നൊരു സാധാരണ വരുന്ന 2 വരി. പക്ഷെ അതിനകത്ത് ഒരു കൃത്യമായ കാതലുണ്ടായിരുന്നു. ഒരാൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇത് പാവബോധത്തിന്റെ കഥയല്ല, കുറ്റബോധത്തിന്റെ കഥയാണ്. അപ്പൊ അന്ന് എന്റെ മനസ്സിൽ ഉടക്കിയൊരു സംഭവമാണ് ഇത്. ഈ പാവബോധവും കുറ്റബോധവും രണ്ടാണ്. കുറ്റബോധം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ജൂഡസ് അനുഭവിച്ചത് കുറ്റബോധം. ഒന്നോർത്ത് കഴിഞ്ഞാൽ ജൂഡസ് ചെയ്തതും പീറ്റർ ചെയ്തതും ഒക്കെ ഒരേ അപരാധം തന്നെയാണ്. സ്നേഹലംഘനമാണ് പാവം. ആത്യന്തികമായിട്ട് എന്താ പാപം എന്ന് പറയുന്നത്? പാപം എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ വയലേഷൻ ഓഫ് ലവ്. ആ സ്നേഹലംഘനമാണ് പാപമെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ചെറിയ പാവം വലിയ പാവം ഇല്ല. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ ലഘുപാപവും മാരകപാപം എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ചില ഡിവിഷൻ പോലും നമ്മുടെ മനസ്സിൽ സ്വസ്ഥാപിക്ക് വേണ്ടിയാണ്. കാരണം സ്നേഹത്തിലെ എല്ലാ വയലേഷനാണ്. ഒരു വീടിനകത്ത് ഒരാൾ മദ്യപിച്ചിട്ട് അയാളുടെ ഭാര്യയെ തല്ലുന്നു. വേറൊരു വീടിനകത്ത് കഴിഞ്ഞ 25 വർഷമായിട്ട് ഓർമ്മിച്ച് ആഘോഷിച്ചുകൊണ്ടിരുന്ന ഭാര്യയുടെ ബർത്ത്ഡേ ഒരാൾ ഇത്തവണ മറന്നു പോകുന്നു, പിറന്നാൾ മറന്നു പോകുന്നു. ഏതാണ് ലഘു, ഏതാണ് ഗുരു? ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിചാരമാണ്. ഈ ഭാര്യയെ പ്രഹരിച്ചതോ ബർത്ത്ഡേ മറന്നതോ? നമുക്ക് ഇത്തിരി ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സ്നേഹത്തിൽ എല്ലാത്തിനും ഒരേ ഗ്രാവിറ്റി തന്നെയാണ്. എല്ലാ സ്നേഹക്കുറവിനും ഒരേ ഭാവമുള്ളത്. അങ്ങനെയെങ്കിൽ ജൂഡസ് ചെയ്ത പാപവും പത്രോസ് ചെയ്ത പാപം, പീറ്റർ ചെയ്ത പാപമൊക്കെ ഒന്ന് തന്നെ. അതിന് ഡിഫറെന്റ് വേർഷൻസ് ഉണ്ടെന്ന് മാത്രം. അവർ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത രീതികളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരാള് ഇങ്ങനെ ഒരു ചുംബനം കൊണ്ട് യേശുവിനെ അറിയാവുന്ന കാണിച്ചു കൊടുത്തു. ഞാൻ ആരെ ചുംബിക്കുന്നോ അവനെ നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞ ആ ചതിയുടെ ഒരു ചുംബനത്തിന്റെ ആ വലിയൊരു ഭാരവും വിഷാദവും ഒക്കെ യേശുവിന് നൽകിക്കൊണ്ട് അയാളുടെ കഥ ഏകദേശം അതിന്റെ ഭരതവാക്യത്തിലേക്ക് എത്തുകയാണ്. എന്നാൽ വേറെ ആളാവട്ടെ എനിക്ക് അവനെ അറിയില്ലെന്ന് പറയുന്നു. അറിയാമെന്ന് പറഞ്ഞാലും അറിയില്ലെന്ന് പറഞ്ഞാലും ഇത്തിരി മാറിയെന്ന് നോക്കുമ്പോൾ രണ്ടും ഇങ്ങനെ വയലേഷൻ ഓഫ് ലവ് തന്നെ, സ്നേഹത്തിന്റെ വലിയ ലംഘനമാണ്. പിന്നെ സംഭവിച്ചൊരു കുഞ്ഞു വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഒരാൾ ഇതിനെ ഒരു കുറ്റമായിട്ട് കരുതുകയും മറ്റൊരാൾ അതിനെ പാപമായിട്ട് ഗണിക്കുകയും ചെയ്തു. കുറ്റബോധത്തിന് ഇങ്ങനെ പ്രതീക്ഷയില്ല. നേരത്തെ സൂചിപ്പിച്ച കണക്ക് കുറ്റബോധം അനുഭവിക്കുന്ന ഒരാൾക്ക് അയാളെ തന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് അയാളെ തന്നെ ഇങ്ങനെ സെൽഫായിട്ട് ഇങ്ങനെ പീഡിപ്പിച്ചൊക്കെ മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. പക്ഷെ പാപബോധം എന്ന് പറയുന്നതിനകത്ത് ഇങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്, ഒരു സാധ്യതയുണ്ട്, ഒരു പോസിബിലിറ്റി ഉണ്ട്. എപ്പോഴും ഒരു വാതിൽ തുറന്നു നടക്കുന്ന ഒരു തോന്നലുണ്ട്. മറ്റിടത്ത് അതില്ല, ഷട്ട. അതുകൊണ്ട് നമ്മൾ ബൈബിളിൽ ഏറ്റവും സങ്കടമുള്ള ആ ഒരു വരി വായിക്കുന്നുണ്ട്, അയാൾ കെട്ടി ഞാൻ ചത്തു. അല്ല, എപ്പോഴാണ് മരിച്ചെന്ന് പോലും നമുക്കറിയാൻ പാടില്ല ജൂഡസിനെ കുറിച്ച്. അത് എന്നാലും വേദപുസ്തകത്തിനകത്ത് യേശുവിന്റെ മരണത്തിന് മുമ്പായിട്ട് ഈ മനുഷ്യന്റെ ആ മരണം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. താൻ ആര് ചതിച്ചോ അയാളുടെ മരണത്തിന് മുമ്പായിട്ട് ജൂഡസ് മരിക്കാന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അത്രയും ഇങ്ങനെ ആ ഒരു കുറ്റബോധത്തിന്റെ കനലിൽ ഈ മനുഷ്യൻ പെട്ടുപോയിട്ടുണ്ടാവും. എന്നാൽ പീറ്ററിന് സംഭവിച്ച മാറ്റമോ, പീറ്റർ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വരുമ്പോൾ പ്രത്തോറത്തിലേക്ക് കൊണ്ടുപോകുന്ന യേശുവിന്റെ മിഴികളും അയാളുടെ മിഴികളും തമ്മിൽ ഒരു സെക്കൻഡ്, ഒരു നിമിഷാർത്ഥം കണ്ടു. പീറ്റർ തിരിഞ്ഞു നോക്കിയെന്നാ പറയുന്നത്. അപ്പോൾ ആ കണ്ണിൽ ലഭിച്ച ഒരു കരുണ, ആ കണ്ണിൽ ലഭിച്ച മുമ്പോട്ട് പോകാനുള്ള പ്രേരണ, ആ കണ്ണിലൂടെ ലഭിച്ച ഒരു മാപ്പ്, അത് ഈ മനുഷ്യനെ മുമ്പോട്ട് പോകാണ്ട് പ്രേരണയാവുകയാണ്. ഫലത്തിലും സംഭവിക്കുന്നുണ്ട്. ഒരിക്കൽ മൂന്നാവർത്തി അറിയില്ല എന്ന് തള്ളിപ്പറഞ്ഞ് ഈ മനുഷ്യനെ യേശു ശുദ്ധീകരിച്ചെടുക്കുകയാണ്. മൂന്നാവർത്തി ഏറ്റു പറയിക്കുന്നുണ്ട്, ശിമയോനെ നീ സ്നേഹിക്കുന്നുണ്ടോ, ശിമയോനെ നീ സ്നേഹിക്കുന്നുണ്ടോ, ശിമയോനെ സ്നേഹിക്കുന്നു. ഏത് ക്രിയ കൊണ്ടാണോ, ഏത് കർമ്മം കൊണ്ടാണോ, ഏത് മനോഭാവം കൊണ്ടാണോ പാളിയത്, അതേ മേഖലയെ ശുദ്ധീകരിച്ച് വളരെ മനഃശാസ്ത്രപരമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു ഇടപെടലിലൂടെ യേശു അയാൾ വീണ്ടെടുക്കുക. പിന്നീട് നമ്മൾ ഈ മനുഷ്യനെ കുറിച്ച് വായിച്ചു കേൾക്കുന്ന എന്താണ്? അയാൾ നടന്നു പോകുന്ന വഴികളിൽ അയാളുടെ നിഴൽ പോലും കാത്ത രോഗികൾ കിടപ്പുണ്ടായിരുന്നു. യേശുവിന്റെ കാര്യത്തിൽ പോലും ഇങ്ങനെ നിഴല് വീണ് ആരും സൗഖ്യപ്പെട്ടതായിട്ടൊന്നും വേദപുസ്തകം രേഖപ്പെടുത്തുന്നില്ല. നിഴലെന്ന് പറയുന്നത് റിയൽ അല്ലാത്തൊരു കാര്യമാണ്.
പക്ഷെ എന്തോ ഒന്നിന്റെ നിഴലാ. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും അർത്ഥം? എന്തായാലും പീറ്ററിന്റെ നിഴൽ വീണിട്ട് ഭൂമിയിൽ അത്ഭുതങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? അടിമുടി ഈ മനുഷ്യൻ യേശുവായിട്ടുണ്ടാവും. ഇപ്പോ പൗലോസൊക്കെ പറയുന്ന കണക്ക് ഞാനല്ല ജീവിക്കണത്, യേശുവാണ് ജീവിക്കുക എന്നൊക്കെ പറയുന്നതിന്റെ കൃത്യമായ സാക്ഷിയാണ്. അടിമുടി യേശുവായി മാറിയ ഒരു മനുഷ്യന്റെ നിഴല് വീഴുമ്പോൾ പോലും രോഗികൾ സൗഖ്യം പ്രാപിക്കും. അതുകൊണ്ടാണ് നമ്മൾ നടപടി പുസ്തകത്തിൽ വായിച്ച് കേൾക്കുന്നുണ്ട്, അയാൾ നിഴല് പതിക്കാൻ വേണ്ടി ഇങ്ങനെ രോഗികളെ ആൾക്കൂട്ടം കൊണ്ടുവന്നിരുന്ന പറയാം. അത്രയും ഒരാൾക്ക് ശുദ്ധീകരണങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ യേശു നമ്മളിൽ നിന്ന് ഉണർത്താനായിട്ട് ശ്രമിക്കുന്നത് ഈ പാവബോധത്തിനകത്ത് എപ്പോഴും മുമ്പോട്ട് പോകാനുള്ള പ്രേരണയുണ്ട്. തെറ്റിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ കഥയ്ക്കകത്തൊക്കെ കുറ്റബോധം എന്ന് പറയുന്ന ഒന്നല്ല സമ്മാനം. കുറ്റബോധമായി പോയനെ. എപ്പോഴാണത്? നിങ്ങളിൽ പാപമില്ലാത്തൊരു കലറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ആൾക്കൂട്ടം ഇങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ ഇനി ഇവളെ വിധിക്കാനായിട്ട്, ഇവളെ കല്ലെറിയാനായിട്ട് അവകാശമുള്ള ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ. ഇങ്ങനെ അടിമുടി ശുദ്ധിയുള്ളൊരു മനുഷ്യൻ. വേറെ ആർക്കും ഒന്നുള്ള ബലമില്ല. എന്നിട്ടോ യേശു അവളോട് പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. യേശു അവൾക്ക് എന്തെങ്കിലും ഒരു പ്രായശ്ചിത്തം കൊടുത്തിരുന്നെങ്കിൽ അത് അവളുടെ കുറ്റബോധത്തിലേക്ക് തള്ളി വീഴ്ത്തുമായിരുന്നു. യേശു അവളുടെ ഭൂതകാലത്ത് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് പറഞ്ഞു, ആ വർത്തമാനകാലം ഭംഗിയാക്കുക. ലോകത്ത് ഏറ്റവും ലോജിക്കായ സെൻസിബിളായ ഒരു വിചാരമാണിത്. ആർക്കും ആരുടെയും ഭൂതകാലത്ത് തിരുത്താൻ പറ്റത്തില്ല. ഇതുമാത്രം കൈപ്പിഴകൾ ഓരോരുത്തർക്കും പറ്റിയിട്ടുണ്ടാകും. പിന്നെ ചെയ്യാവുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ, ആ ഇന്നലകളെ അവന്റെ കരുണയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരാൾ അയാളുടെ വർത്തമാനകാലം ജീവിക്കുക. അങ്ങനെ അവളുടെ വരുംദിനങ്ങൾ യേശു ഭംഗിയുള്ളതാക്കി മാറ്റുക. അങ്ങനെ ഒത്തിരി പ്രതീക്ഷയും ഒത്തിരി സാധ്യതയും ഒക്കെ ഉള്ള ഒരു വികാരത്തിന്റെ പേരാ പാവബോധം. പ്രിയമം പ്രായശ്ചിത്തം പോലും നമ്മൾ അതിനെ മനസ്സിലാക്കിയ നല്ലതാണ്. കുറ്റബോധത്തിൽ നിന്നുണ്ടാകുന്ന പ്രായശ്ചിത്തങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കണക്കിന് അവനവനെ നുറുക്കുക, അവനവനെ വല്ലാതെ പീഡിപ്പിക്കുക എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറും. എന്നാൽ ഈ പാവബോധത്തിൽ നിന്നുണ്ടായ പ്രായശ്ചിത്തത്തിന് വ്യത്യാസമുണ്ട്. ഒരു വളരെ ചെറിയൊരു എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. കുഞ്ഞിനെ തല്ലുന്നൊരച്ഛൻ. നമ്മുടെ വീടിനകത്തൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞിനെ തല്ലിക്കഴിഞ്ഞെന്നാൽ പിന്നെ രണ്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നിരീക്ഷിക്കുകയാണ് ഈ അച്ഛനെ. കുട്ടി ഇങ്ങനെ നിലവിളിച്ച് വലിയ വായിലൊക്കെ കരഞ്ഞും പദം പറഞ്ഞും ഒക്കെ പോയി കിടന്നുറങ്ങുന്നു. ചെറുകൂടി കുട്ടി ഉറങ്ങിക്കഴിയുമ്പോൾ ഈ അപ്പൻ കുഞ്ഞിനെ തല്ലി, ഇതൊരു ചെറിയൊരു വടിയായിരിക്കും, ചിലപ്പോൾ ഈർക്കിലായിരിക്കും, ആ ഈർക്കുമായിട്ട് തൊടിയിലേക്ക് പോകുന്നു. എന്നിട്ട് തന്നെ ഇങ്ങനെ പല രീതിയിൽ അടിച്ചു നോക്കുന്നു. അപ്പോൾ വല്ലാത്ത ക്ഷോഭത്തിലയാൾ അടിച്ചത്. അതുകൊണ്ട് തന്നെ എന്തുമാത്രം ഈ അടിക്ക് ഊക്കൊണ്ടെന്ന് അയാൾക്ക് ഇപ്പൊ ധാരണ ഇല്ലാത്തതുകൊണ്ട് അയാൾ ഇങ്ങനെ പിന്നെയും ഇങ്ങനെ പല രീതിയിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണു നിറയുന്നൊരു വാച്ചിത്തം തന്നെ ഇത്. ചെറിയ കുഞ്ഞിനെ അടിച്ചു എന്നതിന്റെ പേരിൽ അച്ഛനെ തന്നെ ഇങ്ങനെ പീഡിപ്പിച്ച് അതിന്റെ ഗ്രാവിറ്റിയോ അതിന്റെ പെയിനോ അറിയുക, അതിന്റെ അഭാരം അറിയുക. പക്ഷെ ഇത് യേശു വിവക്ഷിക്കുന്ന ഒരു പ്രായശ്ചിത്തമല്ല. യേശു വിവക്ഷിക്കുന്ന പ്രായശ്ചിത്തം എന്ന് പറയുന്നത് ഈ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുമ്പോൾ അവന്റെ അടികൊണ്ട് തിണർത്ത ആ നീലിച്ച പാടുകളിൽ ഇങ്ങനെ ഉമ്മം കൊടുക്കുന്നതാണ് യേശു ആഗ്രഹിക്കുന്ന പ്രായശ്ചിത്തം. അത് വേറൊരു. അതുകൊണ്ടാണ് യേശു ഒരു സ്ത്രീയോട് പറയുന്നുണ്ടല്ലോ, കൂടുതലായി സ്നേഹിച്ചത് കൊണ്ട് നിന്റെ കൂടുതലായ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ പാപവും ഈ വയലേഷൻ ഓഫ് ലവ് ആയതുകൊണ്ട്, സ്നേഹലംഘനമായതുകൊണ്ട് ഏത് മേഖലയ്ക്കകത്താണ് നിങ്ങൾ പരിക്കേൽപ്പിച്ചത് ആ മനുഷ്യരെ കുറെ കൂടി ഭംഗിയായിട്ട് സ്നേഹിക്കുക, ആ ഇടങ്ങളെ കുറെ കൂടി ഗൗരവമായിട്ട് എടുക്കുക. അങ്ങനെ വളരെ കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കേണ്ട രണ്ട് പദങ്ങളാണ് കുറ്റവും പാപവും. കുറ്റമല്ല പാപം. പഴയ നിയമത്തിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറ്റവുമായിട്ട് ബന്ധപ്പെടാൻ, കാരണം അത് വളരെയേറെ ഇങ്ങനെ വളരെയേറെ നിയമവുമായിട്ട് ചട്ടവുമായി ബന്ധപ്പെട്ടിരുന്ന. യേശു ആവട്ടെ വന്നിട്ട് പറഞ്ഞ് ഞാൻ ഈ ചട്ടങ്ങളൊക്കെ എടുത്തു മാറ്റാൻ പോവുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഭംഗിയുള്ളൊരു മുഖം തരാം. ആ ഭംഗിയുള്ള മുഖത്തിന്റെ പേര് സ്നേഹം എന്നുള്ള. ലോകത്തെ ഏറ്റവും മധുരമായ മുഖമാണ് അത്. ആരും വിചാരിക്കുന്ന സ്നേഹം എന്നൊക്കെ പറയുന്ന ഒരു ലൈറ്റായ എക്സിസ്റ്റന്റ്, ഒരു മുഖം കണക്ക് ഭാരമുള്ളത്. മുഖത്തിന് ഉത്തരവാദിത്തമൊക്കെ അർത്ഥമുണ്ട്. എല്ലാ സ്നേഹത്തിനും വലിയ ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ ആ ഭംഗിയുള്ള മധുരമുള്ളൊരു മുഖം വന്നു കഴിയുമ്പോഴേക്കും ഇതിനകത്തൊക്കെ മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡിനകത്ത് പ്രകാശം ഉണ്ടാകും. അപ്പോൾ ക്രിയയല്ല മനോഭാവമാണ് ഭാവം തെളിയും. ആ അർത്ഥത്തില് ഒരു വഴിയോരത്തുകൂടി നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു പഴയ കാലത്തിന്റെ ഉപദേശി എല്ലാവരും പാപികളാണെന്നൊക്കെ ഉറക്കെ പറയുമ്പോൾ ഉള്ളിൽ പരിഹസിക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് പറഞ്ഞ സംഭവം. മനോഭാവങ്ങളിൽ പാളാത്ത, മനോഭാവങ്ങൾ ഇടാത്ത ആരുണ്ട് ഈ ഭൂമിയിൽ? നമ്മള് ഈ പുറത്ത് സംഭവിക്കുന്ന കൈപ്പിഴകളെ മാത്രം പാപമായിട്ട് കരുതുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഭൂമിയിൽ ഒരു ചെറിയ ശതമാനം മനുഷ്യർ പാപം ചെയ്യുന്നു. നമ്മളാവട്ടെ വളരെ നീതിബോധത്തോടു കൂടി വളരെ സെൽഫ് റൈറ്റസ് ഒക്കെ ആയിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. അല്ല, സത്യം പറഞ്ഞാൽ എല്ലാവരും പാപികളാ. മനോഭാവങ്ങളിൽ പാളാത്ത ആരുണ്ട്? അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിൽ ഈ പാപത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്കറിയാം, സ്നേഹം തന്നെയാണ് പദമെങ്കിലും ആ ഓരോ വാക്കുകൾക്ക് ഓരോ അർത്ഥമുണ്ടല്ലോ. പ്രിയം എന്ന് പറഞ്ഞാൽ ഒരർത്ഥമുണ്ട്, ഇഷ്ടം എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥമുണ്ട്, പ്രേമം എന്ന് പറയുമ്പോൾ വേറൊരർത്ഥമുണ്ട്, ആദരവ് എന്ന് പറയുമ്പോൾ അർത്ഥമുണ്ട്. ഒക്കെ ഇങ്ങനെ സ്നേഹത്തിന്റെ തന്നെ നേരത്തെ സൂചിപ്പിച്ച കണക്ക് പല കോണ്ടെക്സ്റ്റുകളിൽ ഈ കാര്യങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതി തന്നെ.
ഇതിനെ വിവർത്തനം ചെയ്യുന്ന രീതി തന്നെ. പക്ഷെ എന്നാൽ പോലും ഈ പദങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ട്, ഒരേ പദമല്ല. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ ഒരു 5ഓളം പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഗ്രീക്ക് മൂലമാണ് നമുക്കറിയാം പുതിയ നിയമത്തിന്റെ ഒരു ആധാരം എന്നറിയാം. 5 ഷെയ്ഡിലായിട്ടാണ് ഈ പാപത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക്. അതൊന്ന് വളരെ വേഗത്തിൽ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കരുതുക. ഒന്നിങ്ങനെ ഹമാഷ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിങ്ങനെ അതിന്റെ അർത്ഥം ലക്ഷ്യം തെറ്റുക എന്നുള്ള. അത് പലപ്പോഴും ഇങ്ങനെ അമ്പെയ്യുമ്പോഴും വെടിവെക്കുമ്പോഴും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പദത്തിന് തുല്യമാണത്. നമുക്ക് ടാർഗറ്റ് ഉണ്ട്, അത് കൃത്യമായിട്ട് ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമേ നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റൂ. ആ ലക്ഷ്യം തെറ്റുന്നതിന് വിളിക്കുന്ന പാപം. ആ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു തെല്ല കണ്ണു നിറഞ്ഞും കൈകൂപ്പിയിരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അപ്പം നമ്മളുടെ ഒക്കെ ഒരു ചില മിക്കവാറും ഇടങ്ങളിൽ വെച്ചിട്ട് നമ്മുടെ ചില ലക്ഷ്യങ്ങൾ തെറ്റുന്നുണ്ട്. എന്താ ജീവിതം എന്നൊക്കെ പറയുന്നത്? ആരോ പറയുന്ന കണക്ക് നമുക്ക് ജീവിക്കാമായിരുന്നൊരു ജീവിതവും നമ്മൾ ജീവിച്ച ജീവിതത്തിനും ഇടയിലുള്ള നിലവിളി, ദീർഘനിശ്വാസം. നമുക്ക് എന്ത് ഭംഗിയായിട്ട് ജീവിക്കാമായിരുന്നു, ഒരു കൊച്ചുദാഹരണത്തിനായിട്ട് എന്ത് ഭംഗിയായിട്ട് സ്നേഹിക്കാമായിരുന്നു. എന്നിട്ട് നമുക്കറിയാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ കയ്യിൽ വരലൊരു വഴുതി പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ഇങ്ങനെ ആകുലപ്പെടുന്ന ദൈവമേ എത്ര ഭംഗിയുള്ളതാക്കാമായിരുന്നു നമ്മുടെ ജീവിതം. ചിലപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഭാര്യ മരിച്ച ഒരു രാത്രിയിൽ ഒരു പുരുഷൻ എന്തായിരിക്കും വിചാരിക്കുന്നത്? ഇതുമാത്രം ഭംഗിയുള്ളതാക്കാമായിരുന്നു അയാൾക്കുള്ള ജീവിതം. അയാളാവട്ടെ ഓരോ കാര്യങ്ങൾക്കും ഇതിങ്ങനെ വല്ലാതെ ശടിച്ച് വല്ലാതെ അവളെ നുറുക്കി ഓരോന്നിനും കുറ്റപ്പെടുത്തി, ഭക്ഷണം തണുത്തതിന്റെ പേരിൽ ഇനി അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും വരില്ല. കാരണം ഇനി ഭക്ഷണം തണുത്തെന്നുള്ള പരാതി വീടിനകത്ത് കേൾക്കില്ല. കാരണം ഭക്ഷണമേ ഇനി വീടിനകത്ത് ഉണ്ടാവില്ല. അടുക്കളയിൽ ഇനി ആരും തൽക്കാലം തീ കത്തിക്കാൻ പോകുന്നില്ല. ഒരു സെക്കൻഡ് പുറത്ത് നിന്നിട്ട് ബെല്ലടിച്ചിട്ട് വരാനായിട്ട് വൈകിക്കഴിഞ്ഞാൽ എന്തുമാത്രം കുറ്റപ്പെടുത്തുന്നു, നീ എവിടെയായിരുന്നു, നിനക്ക് ശ്രദ്ധയില്ല, നീ ഫോണിലാണോ, എന്താണ്, എന്തുമാത്രം ചോദ്യങ്ങളാണ്. ഇനി അത്തരം പ്രശ്നങ്ങളും വരുന്നില്ല. അയാളുടെ വീടിന്റെ താക്കോലുമായിട്ട് എവിടെ വേണമെങ്കിലും പോവാം, എപ്പോ വേണമെങ്കിലും വന്നു തരാം, ആരെയും കാത്തു നിൽക്കാതെ കയറാനും പറ്റും. ഇങ്ങനെ ജീവിതം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഒരു ഊഴം നിങ്ങളുടെ ഉറ്റവരോടൊപ്പം തരികയായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇങ്ങനെ ടാർഗറ്റ് എന്ന് പറയുന്ന സംഭവം നഷ്ടമായി, ആ ലക്ഷ്യബോധം നഷ്ടമായി. അതുകൊണ്ടൊക്കെ തന്നെയാണ് ബുദ്ധിസ്റ്റിനകത്തൊരു നിരീക്ഷണമുണ്ട്. എന്താ പാപം എന്ന് പറയുമ്പോൾ വിസ്മൃതിയാണ് പാപം. വന്ന വഴികളും എത്തേണ്ട ഇടങ്ങളും ഒക്കെ ഒരാൾ മറന്നു പോകുന്നു. ഇങ്ങനെ അത്താഴത്തിന് അരിവാങ്ങാനായിട്ട് പോയ കുട്ടി ബലൂണുമായിട്ട് മടങ്ങി വരിക എന്ന് പറയുന്ന ഒരു രൂപകം നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ കാര്യം വ്യക്തമാണ്. അയാൾക്ക് അവന്റെ ചില പർപ്പസ് ഉണ്ട്. ആ അർത്ഥത്തിൽ തന്നെ ചില കോണ്ടസ്റ്റുകളിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ വേറെ ചിലർക്ക് പാപമാണ്. ഉദാഹരണത്തിനായിട്ട് ചെറിയ മക്കളൊക്കെ ഇത്തിരി കൂട്ടുകാരൊക്കെ ആയിട്ട് കറങ്ങുന്നതിനകത്ത് അത് അവരുടെ കോണ്ടസ്റ്റ് ചിലപ്പോൾ നിരക്കുന്നതായിരിക്കും, അവരുടെ ആ കാലത്ത് നിരക്കുന്നതായിരിക്കും. എന്നാലും ഗൃഹനാഥനായ ഒരു മനുഷ്യൻ തന്റെ വീടിനെ മറന്നുകൊണ്ട് ചങ്ങാതിമാരുമായിട്ട് ഈ 9 മണി വരെയും 10 മണി വരെയൊക്കെ ഇങ്ങനെ ഇത്തിരി അരണ്ട വെളിച്ചത്തിൽ താഴെ ഇരുന്ന് ഇത്തിരി വീഞ്ഞൽ കുടിച്ചിരിക്കുക എന്ന് പറയുന്നതിനകത്ത് എന്തോ അപാകതയുണ്ട്. കാരണം അത് അയാളുടെ ആ ഒരു ടെക്സ്ചറിന് അടങ്ങുന്നതല്ല, അയാളുടെ ആ ഒരു പരിസരത്തിന് അടങ്ങുന്നതല്ല. അപ്പോൾ ഒന്നാമത്തെ അർത്ഥം അതാണ്, ഇങ്ങനെ മിസ്സിങ് ദ ടാർഗറ്റ് എന്നുള്ള. രണ്ടാമത്തെ ഇങ്ങനെ കുറുകെ കിടക്കുക എന്നാണ് പറയുന്നത്. അതും ഒരു പാപം തന്നെ. ഇങ്ങനെ ചില രേഖകളൊക്കെ ഇങ്ങനെ കാലം നിശ്ചയിച്ചിട്ടുണ്ട്, ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈശ്വരനാൽ പ്രകാശം കിട്ടിയ മനുഷ്യൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനിങ്ങനെ കുറുകെ കിടക്കുക. അതിങ്ങനെ കുറുകെ കിടക്കുക എന്ന് പറയുന്നതിനകത്ത് നമുക്കൊരു നന്മതിന്മകളുടെ ആ ഒരു അതിർവരമ്പിനെ കുറിച്ച് ധാരണയില്ലാതെ പോകുന്നു. നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിലായിട്ടുള്ള വരമ്പെന്ന് പറയണത്, വരയെന്ന് പറയണത് ഇങ്ങനെ താമരനൂല് കണക്ക് ലോലമായ ഒന്നാണ്. ഇതിന് നമ്മൾ ഒരിക്കൽ കുറുകെ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നിശ്ചയിക്കാനായിട്ടോ നമ്മളെ നിർണ്ണയിക്കാനായിട്ടോ വേറെ അടയാളങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ രണ്ടാമത്തെ ഒരു അർത്ഥം ഇങ്ങനെ കുറുകെ അടക്കുക എന്നുള്ള. എന്താണ് ഈ നന്മതിന്മകളുടെ അതിരുകളെ കുറുകെ അടക്കുക എന്ന് പറയുന്നത്? നമുക്ക് ചിലപ്പോൾ എന്താ നന്മയും തിന്മയെന്ന് പോലും ചിലപ്പോൾ ധാരണ ഉണ്ടാവില്ല. അതുകൊണ്ടൊക്കെയാണ് ഒരു പെറ്റി സെമിനാറിൽ, ചെറിയ മക്കൾ പഠിക്കുന്ന ഒരു സെമിനാറിന്റെ പുറത്തായിട്ട് ഇങ്ങനെ ഒരു വാചകം എഴുതി വെച്ച ചെറിയ പ്രായം തൊട്ട് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഷീർ നിർവിവേക്. ഇങ്ങനെ പാലിനെയും വെള്ളത്തെയും തമ്മിൽ പേർതിരിക്കുക. എൻ്റെ ഒരു അരയന്നത്തിന്റെ പടമാണ്, അരയന്നത്തിന്റെ ചിത്രമാണ് കൊത്തി വെച്ചിരിക്കുന്നത്. അരയന്നത്തെ കൂടുതൽ സങ്കല്പം അതാണ്, ഇങ്ങനെ പാലും വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ അരയന്നം അതിനകത്ത് ഇങ്ങനെ പാല് മാത്രമായിട്ട് കുടിക്കും. അതൊരു സങ്കല്പമാണ്. പക്ഷെ ആ സങ്കല്പം ഭംഗിയുള്ള സങ്കല്പമാണ്. പാലും വെള്ളവും കൂടി ചേർന്ന ഒരു നാടിനകത്തുനിന്ന് ഏതാ നല്ലത് ഏതാ മോശം എന്നൊക്കെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? പണ്ടിങ്ങനെ നന്മതിന്മകളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു ചിത്രം ഉണ്ടായിരുന്നു. ഒന്ന് ഇത് അല്ലെങ്കിൽ ഇത് തെറ്റ്. ഇപ്പൊ അങ്ങനെ വിവേചിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ സങ്കീർണം. നന്മയുടെ മറവിൽ നിൽക്കുന്ന തിന്മയും തിന്മയുടെ പൊയ്മുഖം അണിഞ്ഞുകൊണ്ട് നന്മയൊക്കെ കൂടി ചേർന്നിട്ട് കാര്യങ്ങളെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കും. അപ്പൊ രണ്ടാമത്തെ അർത്ഥം. മൂന്നാമത്തെ ഇങ്ങനെ തെന്നിപ്പോവാന്നുള്ള, ഈ ഐസിലൊക്കെ തട്ടി തെന്നിപ്പോകുന്ന കണക്ക്, അല്ലെങ്കിൽ വഴുതുന്ന ഇടങ്ങളിൽ തെന്നിപ്പോകുന്ന കണക്ക് ഇങ്ങനെ തെന്നിപ്പോ. അതിനകത്ത് ഇത്തിരി ഒരു നമ്മുടെ ഒരു ബോധപൂർവമല്ല, ചില പ്രത്യേക സാഹചര്യങ്ങൾക്ക് നമ്മൾ കരുവായി മാറുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഒരു മൂന്നാമത്തെ അർത്ഥം. നാലാമത്തെ അർത്ഥം ലോലെസ്നെസ് എന്നുള്ളത്. നീ അരാജകത്വം എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, അനാർക്കി എന്നൊക്കെ പറയുന്നില്ലേ. ചില ചട്ടങ്ങളൊക്കെ ഭൂമിയുടെ നന്മയ്ക്ക് വേണ്ടിയുണ്ട്. ഇങ്ങനെ
ഒരു വേലി പൊളിക്കുന്നതിനേക്കാൾ മുമ്പേ വെറുതെ ഒന്ന് ഓർത്തത് നല്ലത്, ആ വേലി എങ്ങനെ അവിടെ വന്നത്, ആ വേലി എന്തിനാ കെട്ടിയത്. വേലി പൊളിക്കാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പൊ എന്തിനകത്തും ചില ചട്ടങ്ങൾ, ചില ക്രമങ്ങൾ എന്നൊക്കെ പറയുന്നത് ലംഘിക്കാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം. പക്ഷെ അത് എങ്ങനെ വന്നു, എന്തുകൊണ്ട് വന്നു എന്നതിനെ കുറിച്ച് പ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ ലംഘിക്കാൻ എളുപ്പമില്ല. ഒരുതരം അനാർക്കി, ഒരുതരം റിബല്യനാണ്. ഒരുപക്ഷെ പാപത്തെക്കുറിച്ചുള്ളൊരു വളരെ ഒരു കൺവെൻഷനലായ ഒരു നിരീക്ഷണം പോലെ അതാണ് പാപം ഇങ്ങനെ ദൈവത്തിനെതിരായ കലാപം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്. ഇത്തരം ചില പ്രകൃതിയുടെയും ഈശ്വര നിയമങ്ങളുടെയും ഒക്കെ ബോധപൂർവമുള്ള ഒരു വയലേഷനാണ് പലപ്പോഴും. ഒരുതരം റിബല്യനാണ്. അത് കൃത്യമായിട്ട് ഇങ്ങനെ ഏതും തോട്ടം തൊട്ട് ആരംഭിക്കുന്നുണ്ട്. ഈ പഴം പറിക്കരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഉവ്വ്, എന്നാൽ നമുക്ക് പറിക്കാം. ഇങ്ങനെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ഈ റിബല്യസ്നെസ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. ഒരു കാര്യം ശരിയാണ്, നമ്മുടെ ഉള്ളിലൊക്കെ ഒരു റിബലുണ്ട്, എ ബോൺ റിബൽ. അപ്പൊ ഇങ്ങനെ എന്തിനേയും ലംഘിക്കാനുള്ളതെന്ന് ആരാ പറയുന്ന എനിക്ക് 10 കൽപ്പനകൾ ലംഘിച്ച അധികം പേരൊന്നുമില്ല ഭൂമിയിൽ. പക്ഷെ 10 കൽപ്പനകൾ ലംഘിക്കാൻ ആഗ്രഹിച്ചവർ ആണ് ഭൂമിയിൽ എല്ലാവരും എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു കൃത്യമായ നിരീക്ഷണം കിടപ്പുണ്ട്. അവസാനമായിട്ട് ഈ കടമെന്നുള്ളൊരു വാക്കാണ് യേശു നമ്മൾ സ്വർഗസ്നായ പിതാവൊക്കെ പഠിപ്പിക്കുമ്പോൾ ആ പാപത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് ആ കടമെന്ന് പറഞ്ഞ വാക്ക്. ഞങ്ങളുടെ കടങ്ങൾ പുറക്കണമേ. ഇതുമാത്രം കടങ്ങൾ ഓരോരുത്തർക്ക്. ആരെ ഇതൊക്കെ വീട്ടിൽ തീർക്കുക? ആരോ പറയുന്ന കണക്ക് ഇങ്ങനെ പലിശ പോലും കൊടുക്കാതെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകും. സോക്രട്ടീസൊക്കെ അന്തിമ നിമിഷങ്ങളിൽ മനസ്സിലാക്കിയതുപോലെ ഇങ്ങനെ വിഷം കുടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അയാൾ പറയുകയാണ്, എനിക്ക് ഒരു കടമുണ്ട്, ഇന്ന ക്ഷേത്രത്തിലെ ദേവനെ ഞാൻ പൂവൻകോഴി നേർന്നുണ്ട്, നേർച്ചക്കടം. അപ്പൊ അതിനൊരു അനുബന്ധം ഇങ്ങനെയാണ്. അപ്പോൾ ഈ ശിഷ്യന്മാര് ഈ മനുഷ്യരോട് ചോദിക്കുകയാണ്, മറ്റു കടങ്ങൾ എങ്ങനെയാണ്? അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും കരയാത്ത ഈ മനുഷ്യൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, മറ്റു കടങ്ങളൊക്കെ എങ്ങനെ വീട്ടിൽ തീർക്കാനാണ്? ദൈവം നൽകിയ കൃപ, ഗുരുക്കന്മാർ നൽകിയ ഉൾവെളിച്ചം, അവള് വിളമ്പിയ അത്താഴം, പെങ്ങൾ വെച്ച് നീട്ടിയ ശ്രദ്ധ, അമ്മയുടെ കണ്ണീര്, അമ്മ ചൊല്ലിയ കൊന്തകള്, ഒരു കടവും വീട്ടില്ല. അപ്പൊ ഈ കടബോധം ഇല്ലാത്തതുകൊണ്ട് ആ മനുഷ്യൻ ഇത്രയും ദാഷ്ട്യത്തിൽ ജീവിക്കുക. അങ്ങനെ ഒരു 5ഓളം കാര്യങ്ങളെങ്കിലും ഈ പാപം എന്ന് പറഞ്ഞ മനോഭാവമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒന്ന്, നിങ്ങളുടെ ലക്ഷ്യം തെറ്റാണ്. 2, ഈ നന്മതിന്മകൾക്കിടയിലുള്ള ആ അതിർവരമ്പ് നിങ്ങൾക്ക് കൃത്യതയില്ലാതെ പോകുന്നു. 3, ഓരോരോ സാഹചര്യങ്ങളിൽപ്പെട്ട് നിങ്ങളിങ്ങനെ വഴുതി പോകുന്നു. 4, ഇങ്ങനെ വളരെ ബോധപൂർവമായിട്ട് നിങ്ങൾ നടത്തുന്ന ചില നിയമങ്ങളിലെ ലംഘനം. 5-മതായിട്ട് കടം. വീട്ടാക്കടത്തിന്റെ പേരാണ് ജീവിതം. പാപം മനോഭാവങ്ങളുടെ കഥയാണ്, ക്രിയയല്ല. ജീവിതം പ്രഭാമയം.